നമുക്കിന്ന് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നമ്മളിപ്പോൾ അരി കുതിർത്താനും അരച്ചു വെക്കാനും ഒക്കെ മറന്നുപോയാലും പ്രശ്നമില്ല. റവ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മസാല ദോശ തയ്യാറാക്കിയെടുക്കാം. നല്ല രുചിയായിട്ടുള്ളൊരു മസാല ദോശ തന്നെയാണ്. ഞാനിവിടെ സാധാരണ മസാല ദോശയുടെ ഫില്ലിംഗ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദോശ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് എടുത്ത പാത്രത്തിൽ തന്നെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ അടച്ചു വെക്കുന്നത് നല്ലതാണ്. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. നമ്മളിതിൽ ചേർക്കുന്നത് സാധാ മസാല ദോശയുടെ ഫില്ലിംഗ് തന്നെയാണ്. ഉരുളക്കിഴങ്ങ് മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളകും കൂടി 2ആയിട്ട് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. സവാള ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ കളറ് നല്ലോണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സവാളയ്ക്കും മറ്റും ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ കളറ് നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഉരുളക്കിഴങ്ങ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്ത സവാളയും മറ്റും ഒക്കെ ആയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിതൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മസാല നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് സമയം മാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചാൽ മതിയാവും. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവ ഇവിടെ നല്ല തിക്കായി മാറിയിട്ടുണ്ട്. 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ നല്ല തിക്കായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ റവയും മിക്സിയിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ദോശക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വരെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം ഒരു വലിയ തവി മുഴുവൻ മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുകളിൽ കുറച്ചുകൂടി ഒരു 1/4 ടീസ്പൂൺ വരെ
എണ്ണ ഒന്നുകൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ വരെ മാത്രം എണ്ണ ഇതുപോലെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ 2 വശവും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ മുഴുവൻ ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും മാവ് വെച്ചിട്ട് ഒരു 7-8 ദോശ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ദോശ മുഴുവൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ദോശ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് മടക്കിയെടുക്കാം. ഒന്നുകിൽ റോൾ ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മസാല ദോശയാണ്. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചട്നിയുടെയും ഒന്നും ആവശ്യമില്ല. ചട്നി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും. പക്ഷെ അതില്ലെങ്കിലും നമുക്കിതും ഈ മസാല വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചട്നി ആവശ്യമുള്ളവർക്കാണെങ്കിൽ തേങ്ങാ ചട്നിയോ പുതിന ചട്നിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്